ശർക്കര പറ, ശർക്കര ഭരണി, ശർക്കര തൂക്കം, അശ്വതി ഭരണി, അങ്ങനെ എല്ലാം തന്നെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. പൊങ്കാല ഇടണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ വന്ന് കല്ലൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ അങ്ങ് നേരത്തെ വന്ന് പൊങ്കാല വെയിലില്ലാതെ പൊങ്കാലായിട്ട് പോവാം. ഞാൻ ഇപ്പം നിൽക്കുന്നത് നമ്മുടെ ചിറയൻകീഴ് ശർക്കര പറമ്പിൻ്റെ മണ്ണിലാണ്. ഇക്കൊല്ലത്തെ ഇവിടുത്തെ ശർക്കര പൊങ്കാല വരുന്നത് 2026 കുംഭം വെള്ളിയാഴ്ച ഫെബ്രുവരി 13 രാവിലെ 9:30 അപ്പം അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയും ദിവസങ്ങൾ ബാക്കിയുണ്ട്. എന്നാലും നമ്മൾ ശർക്കര പറമ്പിൽ കല്ലുകൾ അടുക്കി കഴിഞ്ഞിരിക്കുന്നു. കല്ലുകൾ അടുക്കുന്നതിന് മുന്നേ തന്നെ ഓരോരുത്തർ അവരവർക്ക് വേണ്ട സ്ത്രീകൾ പിടിച്ചു തുടങ്ങിയിട്ട്, അതായത് വെയിൽ കിട്ടാത്തത് കണ്ണിൽ നോക്കി കുറേ ആളുകൾ ഇങ്ങനെ കലവും അതുപോലെ ഓരോന്നും പറക്കി വെച്ചിട്ട് അവരവർക്ക് വേണ്ട പൊങ്കാല കലമാണ് ഈ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ആകെ മൊത്തം പൊങ്കാലയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് ഇത് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പൊങ്കാലയ്ക്ക് വേണ്ടിയുള്ള കുടിവെള്ളത്തിനും അതുപോലെ പൊങ്കാല ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള പ്ലംബിംഗ് പരിപാടികളും വെള്ളത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ അറ്റകുറ്റപ്പണികളും നിർമ്മാണങ്ങളുമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ കാണുന്നതൊന്നുമല്ല, ഈ പറമ്പ് നിറയെ ആയിരക്കണക്കിന് കല്ലുകളാണ് അടുക്കുന്നത്. അതുപോലെ എല്ലാ കൊല്ലത്തെയും പോലെ ജനങ്ങളും ഇവിടുത്തെ കമ്മിറ്റിക്കാരും അമ്പല കൂട്ടായ്മയും ചേർന്ന് കല്ലുകൾ കൊണ്ടുവരികയും അതുപോലെ എല്ലാ കൊല്ലവും വിഷ്ണു ഭക്തൻ, അതായത് ന്യൂ രാജസ്ഥാൻ മാർബിൾസ് കുറേ അധികം കല്ലുകൾ സ്പോൺസർ ചെയ്യുകയും ചെയ്യാറുണ്ട്. അവസാനം ഈ പൊങ്കാലയ്ക്ക് ശേഷം ഈ കല്ലുകളെല്ലാം തന്നെ ലേലത്തിൽ പോവുകയും ചെയ്യുന്നതാണ് വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു നടപ്പ്. തന്നെ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ, ഇത് ഫെബ്രുവരി 13 പൊങ്കാല വരുന്നത്. പക്ഷേ അടുപ്പുകൾ നിരത്തി തുടങ്ങുമ്പോൾ തന്നെ അവരവർക്ക് വേണ്ട അടുപ്പുകൾ തിരഞ്ഞെടുത്ത് അവരുടെ പേരുകളും സ്ഥലങ്ങൾ എല്ലാം എഴുതി വെച്ച് സ്ഥലം പിടിക്കുന്നതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കല്ലുകളിലെല്ലാം തന്നെ ഇനി പൊങ്കാലയ്ക്ക് മുന്നേ തന്നെ പഴയ കല്ലുകളും മണ്ണുകളും അതുപോലെ കമ്പുകളും ഒക്കെ ആയിട്ട് അവരവരുടെ സ്ഥലങ്ങൾ അവരവർക്ക് എടുക്കും. ആ കണ്ടുകൊണ്ടിരിക്കുന്നത് പൊങ്കാലയ്ക്ക് വേണ്ടി കുടിവെള്ളത്തിനായിട്ടുള്ള പ്ലംബിംഗ് പരിപാടികളാണ്. ഇതുപോലെ ഒന്നും രണ്ടൊന്നുമല്ല, ഈ പറമ്പിൻ്റെ നാനാ ഭാഗങ്ങളിലായി ഒരുപാട് സ്ഥലങ്ങളിലും പ്രദേശങ്ങളിലുമായിട്ട് വെള്ളത്തിനും കുടിവെള്ളത്തിനും വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. ശർക്കര ക്ഷേത്രം ഒരു നാടിൻപന ക്ഷേത്രമാണ്. തങ്ങളുടെ എല്ലാ ദുരിതങ്ങളും വിറക്കി വെച്ച് കുംഭമാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച എല്ലാ ഭക്തജനങ്ങളും, അതായത് ആയിരക്കണക്കിന് 10,000-കണക്കിന് ലക്ഷക്കണക്കിന് സ്ത്രീ ജനങ്ങളാണ് ഇവിടെ വന്ന് ഒരു കൊല്ലത്തിന് ദുഃഖവും ദുരിതമാകും. ഇതുപോലെ തന്നെ പൊങ്കാലയ്ക്ക് മുന്നോടിയായി പറമ്പിൻ്റെ എല്ലാ ഭാഗങ്ങളും ഇതുപോലെ മണ്ണ് വെച്ച് നിരപ്പാക്കി പൊങ്കാലയ്ക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ വർഷങ്ങളായി ഒരു കൊല്ലം പോലും മുടക്കം വരാതെ ശർക്കര അമ്മയ്ക്ക് മുന്നിൽ പൊങ്കാല ഇടുന്ന അനേകായിരങ്ങളുണ്ട്. അമ്പലത്തിന് നേരെ ബാക്ക് സൈഡിലായിട്ട് വെള്ളം വരുന്നുണ്ടോ എന്നുള്ള ടെസ്റ്റാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇത് മാത്രമല്ല, തൊട്ടപ്പുറത്തുമായിട്ട് അവിടെ ഒരെണ്ണം, പിന്നെ അവിടെ ഒരെണ്ണം, ഈ സൈഡിൽ തന്നെ അടുത്തടുത്ത് 3 പൈപ്പുകളാണുള്ളത്. ഒരു സെറ്റിൽ തന്നെ ഏകദേശം 5ഓളം പൈപ്പുകളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളത്തിന് ഭക്തജനങ്ങൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല. ഈ ഒരു സൈഡ് ഈ അമ്പലത്തിന് നേരെ കല്ലും കലവും എല്ലാം വെച്ച് അവരവരുടെ പേരെഴുതി തെറ്റി വെച്ചിരിക്കുകയാണ്. പക്ഷെ 13-ാം തീയതിയാണ് പൊങ്കാല വരുന്നത്. പക്ഷേ ഇവരിപ്പോഴും ഈ ആലിൻ്റെ തണൽ നോക്കി എല്ലാവരും നേരത്തെ സ്ഥലം പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ ഈ ആലിൻ്റെ സൈഡിലൊക്കെ തണൽ നോക്കി നിങ്ങൾക്ക് സ്ഥലം പിടിച്ച്, അതായത് വെയിൽ കൊള്ളാതെ ഒന്ന് പൊങ്കാല ഇടാം. അതിനാണ് ഇക്കൊല്ലത്തെ പൊങ്കാലയ്ക്ക് ഭണ്ഡാരടുപ്പിൽ തിരിതെളിക്കുന്നത് രാവിലെ 9:30. ആദ്യം തന്നെ അമ്പലത്തിന് ഫ്രണ്ട് വശത്തുള്ള ഭണ്ഡാരടുപ്പിൽ തിരിതെളിച്ചിട്ട് അത് ഓരോ തീനാളങ്ങളായിട്ട് നമ്മുടെ ഓരോരുത്തരുടെ അടുപ്പിലേക്ക് വരും. അങ്ങനെയാണ് സാധാരണ നടക്കുന്നത്. പിന്നീട് ഏതാണ്ട് 12 മണിയോടെയാണ് നിവേദിക്കുന്നതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ചിലപ്പം ആ സമയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരാം. എന്നാലും എല്ലാ കൊല്ലവും കറക്റ്റ് സമയത്തായിട്ടാണ് നടന്നു വരുന്നത്. ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് പോർഷനായിട്ട് വരുന്നത്. ഇവിടെയാണ് ഭണ്ഡാരടുപ്പായിട്ട് വരുന്നത്. ഈ സൈഡിലൊക്കെ തന്നെ എല്ലാവരും കല്ലൊക്കെ നേരത്തെ പിടിച്ച് കലമൊക്കെ വെച്ച് കഴിഞ്ഞ്, അതൊക്കെ ആ സൈഡ് കല്ലൊക്കെ പിടിച്ച് കലം വെച്ച് കഴിഞ്ഞ്, അപ്പോൾ നേരത്തെ പറഞ്ഞ കണക്ക് നിങ്ങൾ നേരത്തെ വന്നു കഴിഞ്ഞാൽ ഇതിനൊക്കെ ആലിൻ്റെ സൈഡിലൊക്കെ പൊങ്കാല ഇടണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ വന്ന് കല്ലൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ അങ്ങ് നേരത്തെ വന്ന് പൊങ്കാല വെയിലില്ലാതെ പൊങ്കാലായിട്ട് പോവാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള ഒരു കൊല്ലത്തിൻ്റെ കാത്തിരിപ്പാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് ഒരു കൊല്ലമായി നമ്മളെല്ലാവരും കാത്ത് കഴിഞ്ഞ പൊങ്കാല കഴിഞ്ഞ ആ നിമിഷം തൊട്ട് അല്ലെങ്കിൽ കാലിലോട്ട് കഴിഞ്ഞ് അശ്വതി ഭരണ മഹോത്സവം കഴിഞ്ഞിട്ട് നമ്മൾ കാത്തിരിക്കണം. ഇനി അടുത്ത കൊല്ലത്തെ നമ്മുടെ ശർക്കര പൊങ്കാല, ശർക്കര പറ, ശർക്കര ഭരണി, ശർക്കര തൂക്കം, അശ്വതി ഭരണി, അങ്ങനെ എല്ലാം തന്നെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. എക്സ്പെഷ്യലി ശർക്കരക്കാർക്ക്, നമ്മുടെ ചിറയൻകീഴുകാർക്ക്. ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഓരോ കൊല്ലവും ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുന്നൊരു ഉത്സവം തന്നെയാണ് നമ്മുടെ ശർക്കര അമ്മയുടെ അശ്വതി ഭരണി മഹോത്സവം. അതുപോലെ ശർക്കര പൊങ്കാലയ്ക്ക് വരുന്നവർക്ക് വേണ്ടി ഒരുപാട് സന്നദ്ധ സംഘടനകൾ സ്പോൺസർ ചെയ്തിട്ടുള്ള അന്നദാനങ്ങൾ, ബിരിയാണി, കാപ്പി സദ്യ, അങ്ങനെ എല്ലാം തന്നെയുണ്ട്. അതുകൂടാതെ മുക്കിന് കുടിവെള്ളങ്ങളും ഡ്രിങ്ക്സും തണുത്ത വെള്ളങ്ങളും, അങ്ങനെ ഒരുപാട് ഐറ്റംസ്, ഐസ്ക്രീം, തണ്ണിമത്തൻ, ഫ്രൂട്ട്സ്, അങ്ങനെ ഒക്കെ എല്ലാം നിങ്ങൾക്കായിട്ടുള്ള ഒരുക്കിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ശർക്കര നാടിൻ്റെ ഒരു ഉത്സവമാണ് ശർക്കര പൊങ്കാല. ആ ഉത്സവം ഇപ്പം വന്നെത്തി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഉത്സവത്തിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ട് മനസ്സൊരുക്കി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് നേരത്തെ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആളിൻ്റെ മൂട്ടിലുള്ള നല്ല നല്ല സ്ഥലങ്ങൾ നോക്കി കണ്ടുപിടിക്കെടുക്കാം. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ പൊങ്കാല ഇടുന്നത് മനസ്സുകൊണ്ടാണ്. അത് തണലത്ത് നിന്നില്ലെങ്കിലും ദൈവം നമുക്ക് വേണ്ടിയിട്ട് തണൽ തരുമെന്നാണ് പറയുന്നത്.